ദേവയാനിക്കാണെങ്കിൽ നയനയുടെ അച്ഛനും അമ്മയും ആദർശിനെ തെറ്റിദ്ധരിക്കുന്നതിലും വെറുക്കുന്നതിലും ഒക്കെ ഒരുപാട് സങ്കടമുണ്ട്. അങ്ങനെ ദേവയാനി വിചാരിക്കുന്നുണ്ട്, അവരുടെ തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യാതെയല്ലേ ഇങ്ങനെയുള്ളൊരു ദുഷ്പേരും പേറി നടക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇവിടെ മുത്തശ്ശനും നയനയും ഇതൊന്നും ആരോടും പറയാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ഓരോന്നും ദേവയാനി വിചാരിച്ചിരിക്കുന്നുണ്ട്. ദേവയാനി മനസ്സിൽ കരുതുന്നുണ്ട്, എന്നാണെങ്കിലും അവരെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും ഞാൻ അവിടെ വരെ പോകാം എന്ന് കരുതി ദേവയാനി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ദേവയാനി അവിടേക്ക് ചെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കനകയും ഗോവിന്ദനും കൂടി അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഓരോ വാക്കുകളും ദേവയാനിക്ക് ഒരുപാട് സങ്കടം വരുത്തുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ നയന കനകയെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെയോ എൻ്റെ അമ്മായിമ്മേനെയോ ഇനി ആരുമൊന്നും പറയരുത്, അതെനിക്ക് വളരെ സങ്കടമുണ്ടാക്കും എന്നൊക്കെ അവൾ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഗോവിന്ദന് തോന്നുന്നുണ്ട്, നയനമോള് എന്തെങ്കിലും കാര്യമില്ലാതെ ഇവരുടെ കൂടെ നിൽക്കില്ല എന്നും ഇല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുമെന്നുമൊക്കെ ഗോവിന്ദന് തോന്നുന്നുണ്ട്. ഗോവിന്ദൻ അത് കനകയോടും പോയി പറയുന്നുണ്ട്. അങ്ങനെ ചന്തുമോടെ ബർത്ത്ഡേ അവിടെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം ചന്തുമോളൻ കൂട്ടിയിട്ട് നയനയും ആദർശും അനഘയെ കാണാനായിട്ട് അനഘയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവർ ഒരുപാട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചെന്നും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അനഘയുടെ മുഖത്തെ സന്തോഷം കാണുമ്പം അനഘയ്ക്ക് എല്ലാം പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഇവർക്ക് ബോധ്യമാവുകയാണ്. അനഘയുടെ കാര്യം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറോട് ഇടയ്ക്ക് വന്ന് കാണാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അനഘയുടെ കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധ വേണമെന്ന്. അനഘ എണീറ്റ് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അനഘ ഇനി എഴുന്നേറ്റ് നടന്നാലും ഞങ്ങൾ ഇനി ചന്തുമോളെ വിട്ടുതരില്ല. ഞങ്ങൾക്കിപ്പോൾ അവളില്ലാതെ പറ്റില്ലെന്നായി എന്നൊക്കെ നയന പറയുന്നുണ്ട്. ഇത് കേട്ട് അനഘയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശും കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം നവ്യയ്ക്കാണെങ്കിൽ ചന്തുമോളെ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു. തൻ്റെ മകൾക്ക് കിട്ടേണ്ട സ്നേഹമെല്ലാം അവൾ അടിച്ചു മാറ്റുകയാണെന്ന് പോലും നവ്യ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. തരം കിട്ടുമ്പോഴൊക്കെ ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നയനയോട് സംസാരിക്കുമ്പോൾ നയനയ്ക്ക് സത്യമെല്ലാം വെട്ടിത്തുറഞ്ഞ് പറഞ്ഞാലോ എന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. ഇതേ സമയം നവ്യയ്ക്ക് ജലജയാണ് നല്ലപോലെ പിരികേറ്റി കൊടുക്കുന്നുണ്ട്. ചന്തുമോളുടെ അമ്മ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവളും കൂടെ ഇങ്ങോട്ടേക്ക് കയറി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ കുഞ്ഞിനോട് ആർക്കും സ്നേഹമില്ല, എല്ലാവർക്കും ചന്തുമോളെയാണ് ഇഷ്ടം, ചന്തുമോൾക്കാണ് ഇഷ്ടംപോലെ ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നത്, നിൻ്റെ കുഞ്ഞിനൊന്നും തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എരിവ് കയറ്റുന്നുണ്ട് ജലജ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അനഘയുടെ കൈവിരലുകളൊക്കെ ചലിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് അവിടുത്തെ ജോലിക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോളെ ഇത്, മോളുടെ കൈയൊക്കെ അനങ്ങുന്നോ? അങ്ങനെ അവർ അനഘയെ പിടിച്ച് ഇരുത്തുന്നുണ്ട് കേട്ടോ. അവിടുന്ന് പയ്യെ അനഘ അവളുടെ കാലനക്കി നോക്കുന്നുണ്ട്. അനങ്ങുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പയ്യെ താഴേക്ക് വെച്ച് എഴുന്നേറ്റ് നിൽക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് ജോലിക്കാരിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മോളെ ഞാനിത് എത്രയും പെട്ടെന്ന് തന്നെ മൂർത്തി സാറിനെ വിളിച്ചറിയിക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അനഘ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് വേണ്ടാന്ന്. അങ്ങനെ അനഘ പതിയെ പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഹോം നേഴ്സ് പറയുന്നുണ്ട്, എന്നാൽ ഞാനിത് ഡോക്ടറെ വിവരം അറിയിക്കാം, ഡോക്ടർ വരട്ടെ, വന്ന് നോക്കട്ടെ, എന്നിട്ട് പിന്നീട് മുത്തശ്ശനെ അറിയിച്ചാൽ മതിയെങ്കിൽ പിന്നീട് നമുക്ക് മൂർത്തി സാറിനെ അറിയിക്കാം, ഇപ്പോൾ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടർ വരുന്നത് കാണുമ്പോൾ അഭി അവിടെ നിർത്തിയെന്ന ഗുണ്ടകൾ വിചാരിക്കുന്നത് അനഘയ്ക്ക് എന്തോ സീരിയസ് ആയിട്ട് പ്രശ്നം എന്തോ കൂടിയെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അവരത് അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, അനഘയ്ക്ക് ഇച്ചിരി സിറ്റുവേഷൻ മോശമാണ്, അസുഖം കൂടുതലാണ്, അതുകൊണ്ട് ഹോം നേഴ്സ് വിളിച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ തിരിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ വന്ന് പരിശോധിച്ച് നോക്കുന്നൊക്കെയുണ്ട്. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് സംസാരിച്ച് നോക്ക്, സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അനഘ പതിയെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഓടിച്ചാടി നടക്കാം. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇല്ല ഡോക്ടർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്.
ഞാൻ സംസാരിച്ചു തുടങ്ങിയെന്നറിഞ്ഞ് ചിലർക്കത് ദഹിക്കില്ല. എപ്പോൾ വേണമെങ്കിലും എന്നെ കൊല്ലാം. അതുകൊണ്ട് അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, കുറച്ച് ചെയ്തു തീർക്കാനുണ്ട്. ഇതേ സമയത്ത് നവ്യയാണെങ്കിൽ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ കാണുന്നുണ്ട്. നവ്യയ്ക്ക് എങ്ങനെയും ചന്തുവിന് മോളെ അവിടെ നിന്ന് മാറ്റണം. അവളുടെ അമ്മയെ കണ്ട് അവളെ വല്ല അനാഥാലയത്തിലും ആക്കാൻ പറയണം. അല്ലാതെ അനന്തപുരിയിലേക്കല്ല കൊണ്ടുവരേണ്ടത്. അങ്ങനെ ദേഷ്യം തുള്ളി അനഘയെ കാണാനായിട്ട് നവ്യ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നവ്യ അവിടെ ചെല്ലുന്നപ്പോൾ കാണുന്ന കാഴ്ച എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുന്ന അനഘയാണ്. നവ്യ ചോദിക്കുന്നുണ്ട്, ആഹാ, നീ കോമാ സ്റ്റേജിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എഴുന്നേറ്റിരിക്കുകയാണല്ലോ. ഇനി എപ്പോഴാണാവോ അനന്തപുരിയിലേക്ക്? ഇത് കേട്ടുകൊണ്ട് ഹോം നേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. ആരാ? എന്താ വേണ്ടത്? അത് ഞാനേ ഇവളുടെ കൊച്ചിൻ്റെ തന്തയാന്ന് പറയുന്ന ആദർശിൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ആഹാ, അഭിസാറിൻ്റെ ഭാര്യയാണോ? അഭിസാറിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അനഘ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. പാവം, അവയുടെ ചതിയൊന്നും ഇവൾ അറിയുന്നില്ലല്ലോ. നവ്യ അനഘയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇനി എപ്പോഴാണ് അനന്തപുരിയിലേക്ക്? എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ വേണ്ടി. അതിനല്ലേ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മകളെ അങ്ങോട്ടയച്ചത്? അങ്ങനെ പതിയെ അവിടെ കയറിക്കൂടാം എന്നായിരിക്കുമല്ലേ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട അനഘ, നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ ഒരു കാലത്തും സംസാരിക്കില്ലെന്നോ? അതിന് നീ എന്തിനാടി എൻ്റെ അരികെ തുള്ളുന്നത്? അല്ല, നിനക്കൊന്നും അറിയില്ല നവ്യേ. നീ അബിയുടെ ചതിയിൽപ്പെട്ട് കിടക്കുകയാണ്. ആര്? അബി ചതിച്ചെന്നോ? നിങ്ങളെ ചതിച്ചത് ആദർശല്ലേ? നിങ്ങളെന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ പേര് പറയുന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പം അനഘ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ ഭർത്താവിനെ പറ്റി ഒന്നും അറിയില്ല നവ്യേ. അവൻ്റെ കൂടെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഒരുപാട് പെണ്ണുങ്ങളെ അവൻ ചതിച്ചിട്ടുണ്ട്. ആദർശാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ? ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല. അത്രയും മാന്യമായിട്ടുള്ള ഒരാൾക്കും ഇങ്ങനൊരു ചതി ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാടി നീ നിൻ്റെ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് അനന്തപുരിയിലേക്ക് പറഞ്ഞു വിട്ടത്? എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാനോ? ഞാൻ എൻ്റെ മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ വീട്ടിലെ ഒരാൾ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. അതുകൊണ്ടാണ്. ഇതെല്ലാം കേട്ട് നവ്യ പൊട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അനഘ പറയുന്നുണ്ട്, പിന്നെ ആദർശല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, അബിയാണ്, നിൻ്റെ ഭർത്താവ്. അവനാ എന്നെ ചതിച്ചത്. വിവാഹത്തിന് മുമ്പ് എൻ്റെ കൂടെ കഴിഞ്ഞു. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ എന്നെയും കുഞ്ഞിനെ അവൻ കൊല്ലാൻ നോക്കി. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. പക്ഷേ ഞാൻ തിരിച്ചു വരാൻ കാരണം എൻ്റെ അസുഖം തന്നെയാണ്. ഞാൻ അബിയോട് ഒരുപാട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന്. പക്ഷെ അവനത് സമ്മതിച്ചില്ല. ഞാനത് എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അവൻ കൊല്ലാൻ നോക്കി. അങ്ങനെയാണ് ഞാൻ ഈ കോമാ സ്റ്റേജിലായത്. ഇങ്ങനെയുള്ളൊരുത്തൻ്റെ മകളാണ് എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നതിലും നല്ലത് ആദർശേട്ടൻ്റെ മകളായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. അതാണ് നല്ലത്. അല്ലാതെ ആ ഫ്രോഡ് അബിയുടെ കുഞ്ഞാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നവ്യ ആകെ സ്തബ്ധയായി നിൽക്കുകയാണ്. നവ്യ പറയുന്നുണ്ട്, നീ വെറുതെ കള്ളം പറയണ്ട. ആദർശേട്ടൻ്റെ മുമ്മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ വെറുതെ കള്ളം പറയണ്ട. ആര് കള്ളം പറഞ്ഞു? കള്ളം പറഞ്ഞതും ചെയ്തതും മൊത്തം നിൻ്റെ ഭർത്താവാണ്. അവന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ കെട്ടിച്ചേമിച്ച കഥയാണിത്. അവൻ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഈ സമയത്താണ് ആദർശും ചന്തുമോളും നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനഘ നവ്യയോട് സംസാരിക്കുന്നതും കണ്ടുകൊണ്ടാണ് അവരങ്ങോട്ടേക്ക് വരുന്നത്. ദേ നോക്കി, അനഘ സംസാരിക്കുന്നു. ഇത് വലിയൊരു അത്ഭുതമാണല്ലോ. നിനക്ക് എപ്പോഴാണ് ശരിയായത്? അതെ, ഞാൻ സംസാരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങിയിട്ട് 2 ദിവസമായി. അനന്തപുരിയിലേക്ക് വരാനിരിക്കുകയായിരുന്നു. എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിക്കണമായിരുന്നു. പക്ഷേ നവ്യയായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ചേച്ചി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നയന ചോദിക്കുന്നുണ്ട്. നവ്യ നയനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛനെന്ന് ഞാൻ കരുതി. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. നയനെ, നീ എൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നയനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ നമ്മുടെ നവ്യ. സാരമില്ലേ ചേച്ചി, ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞില്ലേ അബിയെ വിശ്വസിക്കരുതെന്ന്. അവനൊരു ഫ്രോഡാണ്. ഇവരെയൊക്കെ ചതിച്ചതും അവൻ തന്നെയാണ്. ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൻ്റെ മകളായി പിറന്നു എന്നല്ലാതെ. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹത്തോടെ പൊതിഞ്ഞു പിടിച്ചത്. പിന്നെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനും.
എന്നാൽ ഇതെല്ലാം കേട്ട നവ്യ ഒരക്ഷരവും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്.